എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം മിത്രത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്ന ഒരു മിത്രം എങ്ങനെ ആയിരിക്കണം, ഓരോ സ്ഥലത്തും ആരാണ് നമ്മുടെ മിത്രം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ്. വിദ്യാമിത്രം പ്രവാസേഷു ഭാര്യാമിത്രം ഗൃഹേഷു ച രോഗിണാം ഔഷധം മിത്രം ധർമ്മോ മിത്രം മൃതസ്യ ച. വിദ്യാമിത്രം പ്രവാസേഷു എന്ന് പറഞ്ഞാൽ വിദേശങ്ങളിൽ നമ്മുടെ സുഹൃത്തായിട്ട് ഭവിക്കുന്നത് വിദ്യയാണ്. എന്നാൽ കുടുംബത്തിലാണെങ്കിൽ നമ്മുടെ സുഹൃത്താര ഭാര്യയാണ്. രോഗികളുടെ സുഹൃത്ത് ഔഷധമാണ്. ഒരു മരിച്ചതായ സമയത്ത്, ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മിത്രം ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെയ്തതായ ധാർമ്മികപരമായ കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ഇങ്ങനെ ഓരോന്ന് നോക്കിയാലും പറയാൻ പറ്റും. ഒരു മരിച്ചവനെ സംബന്ധിച്ച് ചില സമയത്ത് ചർച്ച ചെയ്ത് കാണാം. അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയ വ്യക്തിയാണ്, അതൊക്കെയാണ്. അപ്പോൾ മരണസമയത്ത് ആ ധർമ്മമാണ്, നാം ചെയ്തതായ ധാർമ്മികമായ കാര്യങ്ങളാണ് നമുക്ക് കൂട്ടുകാരൻ എന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ കുടുംബത്തിലാണെങ്കിൽ ഭാര്യയാണ് സുഹൃത്ത്. നമ്മളെല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ഭാര്യയുമായിട്ടാണ്. ഒരു സുഹൃത്തിനോട് നമ്മൾ എന്തൊക്കെ സംസാരിക്കും അതുപോലെ തന്നെയാണ് ഭാര്യയുമായിട്ടും ഇടപെടേണ്ടത് എന്നുള്ള കാര്യം അവിടെ സൂചിപ്പിച്ചു. ഒരു രോഗശൈലി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല. അദ്ദേഹത്തിന് ആ രോഗത്തെ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ ആ രോഗികൾക്ക് മിത്രമായിട്ട് വരുന്നത് ഔഷധം തന്നെ എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു ശ്ലോകം നമ്മൾ മനസ്സിലാക്കുക. വിദ്യാമിത്രം പ്രവാസേഷു ഭാര്യാമിത്രം ഗൃഹേഷു ച രോഗിണാം ഔഷധം മിത്രം ധർമ്മോ മിത്രം മൃതസ്യ ച. നന്ദി, നമസ്കാരം.